ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ. നല്ല തക്കാളി രസം, അയക്കൂറ വറ്റിച്ചത്, ബീൻസ്. ഇതേപോലെ ചെറുതാക്കരുത് കേട്ടോ, ഇതിങ്ങനെ തന്നെ ആക്കണം. ഇത്ര വലുതാക്കിയിട്ട് മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ്. ഇത്ര വലുതാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചോറിലേക്ക് ആദ്യം തന്നെ, രസം ഇഷ്ടമില്ലാത്ത പോലെ ആരും ഉണ്ടാവില്ലല്ലേ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. രസം ഒഴിച്ച് കൊടുക്കുക. കുരുമുളക് ചതഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ച് ചതഞ്ഞ് കുറച്ച്. പിന്നെ ഒരു അയക്കൂറിൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ ഒരു കൊടംപുളിയും കുറച്ച് കറി, കുറച്ച് നീരും ഇങ്ങനെ വെച്ചെടുക്കുക. പിന്നെ നമ്മളെ താരം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഇങ്ങനെ പെറുക്കിയെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ, നല്ല രസമുണ്ട്. ബീൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇത്ര വലുതാക്കി തന്നെ വേണം. പിന്നെ നല്ല അയക്കൂറ മുളക് ഇട്ട് വറ്റിച്ചതാ. ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പ്ലേറ്റിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിച്ചോളൂ. അപ്പോൾ ഈ പച്ചക്കറി കഴിക്കാനുള്ള മടിയുള്ള കുട്ടികളെല്ലാം ഉണ്ടാക്കുക. ഇങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മെഴുക്ക് വരട്ടി കൊടുത്താൽ ഇതാക്കും. രസം പിന്നെ ഇഷ്ടമില്ലാത്ത പോലെ ആരും ഇല്ലല്ലോ. രസത്തിൻ്റെ കൂടെ ഈ മീനും ഇങ്ങനെ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല രസമുണ്ട് കേട്ടോ അയക്കൂറ. ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 16 രൂപയാണ് കേട്ടോ. 16 റിയാലാണ് ഗ്രാംസാണ്. ഇപ്പം എല്ലായിടത്തും കുറച്ച് മീനിന് വില ആയിട്ടാണ് കാണുന്നത്.
ദിവസം ഒന്ന് പറഞ്ഞാൽ ഇതേപോലെ വെച്ച് അയക്കണം. രസവും മീനും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. കറിയത്തെ കുടംപുളി തിന്നാൻ എത്രയൊക്കെ ഇഷ്ടമുണ്ട്. അത് ഈ അയക്കൂറേൻ്റെ കൂടെ ഇട്ടിട്ട് രസത്തിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ ആണോ. അപ്പം ഇന്നത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ആരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ.